ഇന്ന് എനിക്ക് തയ്ക്കാൻ കിട്ടിയിട്ടുള്ളത് 2 ബെഡ്ഷീറ്റുകളാണ്. ഓരോ ബെഡ്ഷീറ്റിൻ്റെ അറ്റത്തു നിന്നും 2 വീതം തലയണക്കവറിന് മുറിച്ചെടുത്ത് തയ്ക്കുകയും വേണം. ബാക്കി വരുന്നത് ബെഡ്ഷീറ്റിൻ്റെ അറ്റത്ത് 2 സൈഡും മടക്കി വെച്ച് അടിക്കുകയും വേണം. അപ്പോൾ ഇതാണ് തലയണക്കവർ അടിക്കാനുള്ള മോഡൽ തന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു കവർ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ തലയണക്കവറിന് വേണ്ടി ഇത്രയും ഭാഗം മുറിച്ചെടുത്താൽ ബെഡ്ഷീറ്റ് വലിപ്പം കുറയോ എന്നും ടെൻഷനുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് നിവർത്തി വീട്ടിലെ ബെഡിൻ്റെ മുകളിൽ ഇട്ട് നോക്കിയപ്പോഴാണ് തലയണക്കവറിനായി മുറിച്ചെടുക്കാൻ വളരെ കുറച്ചേ ഉണ്ടാവുമെന്ന് മനസ്സിലായത്. അപ്പോൾ തന്നെ കസ്റ്റമറിനെ കാര്യം വിളിച്ച് പറഞ്ഞപ്പോൾ അറിഞ്ഞത് അവരുടെ ബെഡ് വീട്ടിലെ ബെഡിൻ്റെ അത്ര തന്നെ വീതിയില്ല എന്നതാണ്. പിന്നീട് ഞാൻ തലയണക്കവറിന് വേണ്ടി മുറിച്ചെടുത്തു. ബാക്കി വരുന്നത് ബെഡ്ഷീറ്റിനുള്ളതും 2 സൈഡും മടക്കി അടിച്ചു മാറ്റി വെച്ചു. ഇനി തലയണക്കവറിനായി മുറിച്ചെടുത്ത ഭാഗം ഓപ്പൺ വരുന്ന ഭാഗത്ത് മടക്കി വെച്ച് അടിച്ചു കൊടുത്തിട്ട് മേശയുടെ മുകളിൽ നിവർത്തിയിട്ട് ഇതുപോലെ ഓപ്പൺ വരുന്ന ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് ഓപ്പൺ വരുന്ന സൈഡിലായിട്ട് ഒരു ബോൾ പിന്ന് കുത്തിവെച്ച് കൊടുത്തു. ചുറ്റുഭാഗത്തും 1/4 ഇഞ്ച് വിട്ട് തയ്ച്ചു കൊടുത്തു. ഇങ്ങനെ തയ്ച്ചെടുത്തിട്ട് ഇതൊന്ന് മറിച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്യുകയോ ഇസ്തിരിടുകയോ വേണം. ഇങ്ങനെ ചെയ്തതിന് ശേഷം അറ്റത്തു നിന്നും ഇതുപോലെ 1 ഇഞ്ച് വിട്ടിട്ട് ചുറ്റുഭാഗം വരച്ചെടുത്ത് വരയുടെ മുകളിൽ കൂടി തയ്ച്ചെടുത്തു. എന്നിട്ട് വീണ്ടും ഒന്ന് ഇസ്തിരി ഇട്ടു. ഇതുപോലെ 4 കവർ ഞാൻ ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.